ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വീണ്ടും ചോദിക്കുന്നത് സബ്സ്റ്റാൻഷ്യൽ ചോദ്യമാണ്. കിഫ്ബി ഇല്ലെങ്കിൽ ഈ പ്രൊജക്ടുകൾ എങ്ങനെ നടപ്പാക്കും? വേണ്ടെന്നാണോ പറ? അത് ഡോക്ടർ പറഞ്ഞ ഈ കണക്കുകൾ ഒട്ടും ചേരുന്നില്ല. 1.32%, 9.72% എങ്ങനെ തരാനാണ്? അത് ഡോളർ റുപ്പി എക്സ്ചേഞ്ചിലെ ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആരെ കളിപ്പിക്കാൻ പറയുന്നത്? അതെങ്ങനെയാണ്? അന്ന് എത്രയാണ് ഡോളർ എക്സ്ചേഞ്ച് വാല്യൂ? എത്രയാണ് 3 കൊല്ലം മുമ്പ്? എത്രയാണ് വാല്യൂ ഇൻ്റർനാഷണൽ മാർക്കറ്റ്? എത്രയാണ്? അപ്പോൾ ഇത്രയും ഡിഫറൻസ് വായ്പ എടുത്ത് കേരളത്തെ കടക്കണയാക്കി ഇവിടെ ഉച്ചക്കഞ്ഞിയില്ല, പെൻഷനും ഇല്ല, സാമൂഹ്യക്ഷേമ പെൻഷനും ഇല്ല, ഒന്നിനും പൈസ ഇല്ലാത്ത തരത്തിൽ കേരളം പൈസ അടയ്ക്കാൻ നിർവാഹമില്ലാത്തൊരു ഗതികേടിൽ എത്തിച്ചിട്ട്, അപ്പോൾ അതിന് ഇതാണ് $1 എക്സ്ചേഞ്ചിൻ്റെ ഡിഫറൻസ് ആണ് എന്ന് പറയുന്നതിന് എന്ത് ന്യായമുള്ളത്? ശരി, ഞാൻ വീണ്ടും ചോദിക്കുന്നു, പോട്ടെ, ഇങ്ങനെ വലിയ പലിശയൊക്കെയായി ഇങ്ങനൊരു സംവിധാനം ഇല്ലാതെ എങ്ങനെയാണ് 7000 കോടി രൂപ സംസ്ഥാന സർക്കാർ, UDF സർക്കാർ ഭരിക്കണമെന്നിരിക്കട്ടെ, പത്തനംതിട്ട ചെലവാക്കാം? UDF സർക്കാർ ഭരിച്ചപ്പോഴാണ് ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ വികസനം നടന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. എത്ര മെഡിക്കൽ കോളേജുകൾ, 274 പാലങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ, അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം ഹാർബർ, കണ്ണൂർ വിമാനത്താവളം, ഇതിനെല്ലാം പണം മുടക്കിയത് ഉമ്മൻചാണ്ടിയാണ്. കേരളം മുഴുവൻ പത്തനംതിട്ട ജില്ലയിൽ 7000 കോടി രൂപയുടെ വികസന പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കി. കിഫ്ബി ഇല്ലെങ്കിൽ 7000 കോടി രൂപയുടെ വികസന പദ്ധതി എങ്ങനെ നടപ്പാക്കുന്ന ചോദ്യം. പത്തനംതിട്ട മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ച് അവസാനിപ്പിച്ച കാലത്തേക്കാൾ മെച്ചമായിട്ട് ഒന്നും പത്തനംതിട്ടയിൽ എനിക്ക് കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. കുറെ അല്ല അന്നത്തെക്കാൾ ഇവിടെ ഈ പാവപ്പെട്ടവനെ ഇവിടെ എൻ്റെ കണ്ണി കാണുന്നത്. ജില്ലയില് ഞാൻ ഈ ലിസ്റ്റ് പടം എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളിൽ അച്ചടിച്ച് മുഴുവൻ വീടുകളിൽ എത്തിക്കാൻ പോയാ. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയാണ് നമ്മുടെ ശ്രീമാൻ ആന്റണിക്ക് കിഫ്ബി അല്ലാതെ ഇത്രയും കാര്യം ചെയ്യാൻ എവിടെ നിന്നാണ് പണം കണ്ടെത്താൻ?